കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ കൂടെ ബാഗ് എടുക്കാൻ പോലും ഒരാളില്ല. അദ്ദേഹത്തിന് നിങ്ങൾ CPM എങ്ങനെ സീറ്റ് കൊടുക്കുന്നത് കണ്ണൂരിൽ? എന്താ കാര്യം? ഓരോ മുന്നണിക്കകത്ത് വരുമ്പോൾ ഓരോ കക്ഷികൾക്ക് നമ്മൾ സീറ്റ് കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ തവണ തൃക്കരിപ്പൂരിൽ മത്സരിച്ചത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു MP ജോസഫ് IAS. ഇത്തവണ അവർക്കത് മാറി കാഞ്ഞങ്ങാട് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചു. കാരണം ഒരു മുന്നണിയാകുമ്പോൾ ഈ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കേണ്ടി വരില്ലേ സുഹൃത്തെ? എല്ലാ കക്ഷികൾക്കും കൊടുക്കേണ്ടി വരില്ല. അല്ല, തീർച്ചയായിട്ടും ഒരു ഡീല് തന്നെയാണ്. ഒരു പഞ്ചായത്തിൽ പോലും മാത്രം സ്വാധീനമുള്ളൊരു പാർട്ടിക്ക് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ സീറ്റുകൾ CPMന്റെ പ്രമുഖനായ ആൾ ഏറ്റുമാനൂർ അവിടുത്തെ മന്ത്രി മത്സരിക്കുന്ന സീറ്റിൽ 30,000 വോട്ട് BJP കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇത്തരം സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. അപ്പോൾ ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. കഴിഞ്ഞ തവണ അല്ല, CMB അവിടെ ജയിച്ചിട്ടുള്ള സീറ്റാണ്. MP അല്ല അങ്ങനെ പറയുന്നത് അല്ല, സ്വാധീനം കൊണ്ട് തന്നെ. MP രാഘവൻ ഒരു മിനിറ്റ് MP രാഘവൻ അവിടുന്ന് MLA ആയിരുന്നു. MP രാഘവൻ്റെ പാർട്ടിയാണല്ലോ CMB. അദ്ദേഹം അവിടുന്ന് MLA ആയി ജയിച്ചു വന്ന സ്ഥലമാണ്. അവിടെയാണ് ജോൺ വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അവർക്ക് സ്വാധീനമുണ്ട്. CMB നിങ്ങൾ തിരുവനന്തപുരത്ത് സ്വാധീനമുള്ള പാർട്ടിയാണ്. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിന് നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കൊടുത്തത്. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. അങ്ങിപ്പോ പറയുന്നത് ഇവിടെയുള്ള DCC നേതൃത്വം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് തൃക്കരിപ്പൂർ വിലയിരുത്തിയതുപോലെയാണ് 2020 നിങ്ങൾ BJPയിൽ വിലയിരുത്തി. ഞങ്ങൾ അങ്ങനെയല്ല. DCC കൊടുത്ത കത്തിൽ പറയുന്നത് ഒരു പ്രാദേശിക ഘടകം പോലും ഇല്ലാത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് എന്നുൾപ്പെടെയുള്ള ആരോപണമാണ് DCC നേരിട്ട് കൊടുത്ത കത്തിൽ പറയുന്നത്. അതുപോലെ അത് ഞാൻ പറയട്ടെ, നമ്മുടെ പാർട്ടി സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കില്ലേ നമുക്ക് മത്സരിക്കണം? അത് അവർ പറയുന്നത് തെറ്റൊന്നുമില്ല. എല്ലാ പാർട്ടികളും ആവശ്യപ്പെടുന്നുണ്ട്. അതെ, എല്ലാ പാർട്ടികളും ആവശ്യപ്പെടാറുണ്ട്. ഇപ്പം കുട്ടനാട് സീറ്റ് CPM എടുക്കണമോ? CPM ജില്ലാ സെക്രട്ടറി പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അത് ഓരോ പാർട്ടിക്കും അതാത് പ്രദേശത്തെ അണികളുടെ വികാരം മാനിച്ച് പറയേണ്ടി വരും. പക്ഷേ സംസ്ഥാന തലത്തിലുള്ള മുന്നണിക്ക് LDF ആണെങ്കിലും UDF ആണെങ്കിലും ചില ഘടകകക്ഷികൾക്ക് കൊടുക്കുക. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കൊടുക്കേണ്ടി വരും. പക്ഷെ ഇത് കേട്ടിട്ടും കണ്ടിട്ടുമില്ലാത്ത ആളുകൾ ഒരിടത്തുമില്ലാത്ത പാർട്ടികൾക്ക് കൊടുത്തിട്ട് ഡീല് ഉണ്ടാക്കുന്നതും മറ്റു മുന്നണികൾ നിൽക്കുന്നതും ഒരുപോലെയല്ല. പാലക്കാട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കാസർഗോഡ് മഞ്ചേശ്വരത്തിന്റെയും കാര്യം എടുക്കാം. ഇവിടെയുള്ള നേതൃത്വത്തിന് പോലും അത് എന്താണ് ഡീലെന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല. പ്രതിപക്ഷ നേതാവ് അവിടുന്ന് ആ പ്രഖ്യാപനം നടത്തി. എന്താണ് ഇപ്പൊ കാസർഗോഡ് മഞ്ചേശ്വരത്ത് എന്താണ് ഡീൽ നടക്കുന്നതെന്ന് പറയാം. അല്ല, കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഞങ്ങൾ നല്ല ഭൂരിപക്ഷം ജയിക്കാൻ പോകും. എന്താണ് ഡീലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറയാം. അല്ല, പ്രതിപക്ഷ നേതാവ് അല്ലാതെ അദ്ദേഹം വരുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ അടുത്ത ദിവസം വരുന്നുണ്ട്. ഇതാണ് പ്രശ്നം. ഏതാ എന്തായാലും കാസർഗോഡ് MLA ഇവിടെ മത്സരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കല്ലട്ടറും ആ ഡീൽ ആരോപണം ഏറ്റെടുത്തിട്ടില്ല. പ്രതിപക്ഷ നേതാവ് അതിനൊക്കെ വലിയ ഡീലാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഏറ്റവും അടുത്ത ബന്ധുവും പ്രകാശ് ജാവേദ്കറും തമ്മിൽ ഇരിക്കുന്ന ഫോട്ടോ എനിക്ക് അദ്ദേഹം അയച്ചു തന്നു. അല്ലേ? പറ. ഏതായാലും ഈ രണ്ടും കൊണ്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ഞങ്ങൾ വലിയ ഭൂരിപക്ഷം ജയിക്കും. BJP മുൻ പ്രസിഡന്റ് സുരേന്ദ്രൻ ഒരു കാരണവശാലും മഞ്ചേശ്വരം ജയിക്കില്ല. ഇവിടെ ഷാനവാസും ജയിക്കില്ല. ഇവിടെ UDF ജയിക്കും. ജയമരാജ്യത്തിനപ്പുറത്തേക്ക് ഇതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയല്ലേ. അപ്പം സ്വാഭാവിക ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആ ആരോപണം ഉന്നയിക്കാം.
ആത്മവിശ്വാസത്തോടെ പറയുകയാണോ ഈ SDPI സ്ഥാനാർത്ഥി UDF സമ്മർദ്ദം ചെലുത്തി പിൻവലിച്ചതിന്റെ SDPI സംസ്ഥാന പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥി MLA എന്നുള്ള നിലയിൽ 5 വർഷക്കാലം വലിയ തോതിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. നിയമസഭയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും അഷ്റഫിൻ്റെ പ്രവർത്തനത്തെ എല്ലാവരും വളരെയേറെ പ്രകീർത്തിച്ചിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നാണ് ഞാൻ അതാണ് ഡീൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. SDPI സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിച്ചു. ഒരു മിനിറ്റ്, അതിനെതിരായി 2-3 പേര് എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അപ്പോൾ SDPIയുമായിട്ട് ധാരണ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. PDP ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് ഞങ്ങളാണ് വോട്ട് വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരാളുടെ സ്വൈറ്റ് വോട്ട് വേണ്ടെന്ന് പറയും. അതാ പറഞ്ഞത്, അത് പറഞ്ഞാൽ മതി. അല്ലല്ല, EP ജയരാജൻ പറഞ്ഞത് കാര്യമില്ല. MP ഗോവിന്ദൻ പറയട്ടെ. അതാണ് ജയരാജൻ ഞങ്ങൾ ആരുടെ വോട്ടും വാങ്ങിക്കും എന്ന് പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നത് പോലെ കാണാൻ പറ്റാതെ ഡീലെന്ന് ആരോപിക്കുകയും അതല്ല, SDPയുമായിട്ട് ഔദ്യോഗികമായ കൂട്ടുകെട്ട് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്നൊരിടത്ത് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞോ? ഞങ്ങളെ ആക്ഷേപിക്കുന്ന ആളുകൾ, ഞങ്ങൾ അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്ന ആക്ഷേപിക്കുന്ന ആളുകൾ അതിനേക്കാൾ വലിയ തീവ്രവാദ സ്വഭാവമുള്ള SDPയായിട്ട് കൂട്ടുകൂടുക അല്ല, പറയുന്നില്ലല്ലോ. ഇത്തവണ അവർക്ക് അതല്ല, അത് പ്രഖ്യാപിച്ചല്ലോ. പക്ഷേ പരസ്യമായിട്ട് ഈ രീതിയിൽ AK അഷ്റഫ് SDPI വിരോധം കൃത്യമായിട്ട് എപ്പോഴും പൊതുയോഗങ്ങളടക്കം പറഞ്ഞിട്ടുള്ളതാണ്. SDPI വോട്ട് വേണ്ടെന്ന് പലതവണ പ്രത്യക്ഷമായി പറഞ്ഞിട്ടുണ്ട് മഞ്ചേശ്വരം മണ്ഡലത്തിലാണ്. ചില സ്ഥാനാർത്ഥികൾ അങ്ങനെ പറയും. UDFന് മഞ്ചേശ്വരത്ത് SDPയുടെ വോട്ടുകൾ വേണ്ടെന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആരും വേവലാതിപ്പെടേണ്ട. AK അഷ്റഫ് വൻ ഭൂരിപക്ഷത്തോടെ അവിടെ ജയിക്കും. സുരേന്ദ്രൻ ജയിക്കുന്ന പ്രശ്നമില്ല. സുരേന്ദ്രനെ ജയിപ്പിക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് അറിയാം. അത് നടക്കാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടി, KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണം ഉണ്ടല്ലോ ഹരിയാനയിലെ. എനിക്കറിയില്ല. 7 കോടിയുടെ അഴിമതി ആരോപണം. KC വേണുഗോപാലിന്റെ PA തന്നെ മാറ്റേണ്ടി വന്നു. ഒരു സീറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ട് 7 കോടി വാങ്ങിച്ചു. അതിന് തെളിവുകൾ പുറത്തു വന്നപ്പോൾ PAനെ തന്നെ മാറ്റേണ്ട ഒരു സാഹചര്യം. അതിനെങ്ങനെയാണ് കാണുന്നത്? അതിന്റെ വിശദാംശം എൻ്റെ അതായത് ഇപ്പം തെരഞ്ഞെടുപ്പാണ്, അതിന്റെ ചൂടുകളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ പാചകവാതക ക്ഷാമം കേരളത്തെ വളരെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. ഹോട്ടലുകൾ പലതും പലരും വൈകിയതാണ്. പക്ഷെ ഒരു പാർട്ടിയും ഈ ഒരു കാര്യം ഉയർത്തിക്കൊണ്ട് വരികയോ ആ കാര്യം ചർച്ചയാക്കുകയോ ചെയ്യുന്നില്ല. അല്ല, അത് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള പ്രശ്നമാണ്. നമ്മുടെ MPമാർ തന്നെ അത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്.